എല്ലാവർക്കും നമസ്കാരം. 10th ഫിസിക്സ് ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ ഡെയിലി ലൈഫ് എന്നൊരു ചാപ്റ്ററിന്റെ എക്സാം ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസുകളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഇന്ന് ചെയ്യാൻ പോകുന്നത്. ഈ ഒരു ചാപ്റ്ററിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. വീഡിയോസുകൾ എല്ലാവരും കാണുക കേട്ടോ. അത്രയ്ക്ക് എക്സ്പ്ലനേഷൻ കൊടുത്താണ് നമ്മൾ ഓരോ ഭാഗങ്ങളും ചെയ്തിരിക്കുന്നത്. കാര്യങ്ങളൊക്കെ കണ്ട് മനസ്സിലാക്കി തന്നെ പഠിക്കുക കേട്ടോ. കാണാതെ പഠിക്കാൻ ശ്രമിക്കല്ലേ, കാര്യങ്ങൾ കണ്ട് മനസ്സിലാക്കി തന്നെ പഠിക്കുക. അപ്പോൾ എക്സാം ബേസ്ഡ് ആയിട്ടുള്ള കുറേ ക്വസ്റ്റ്യൻസുകളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഇന്നിപ്പോൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ക്വസ്റ്റ്യൻസ് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. എന്താണ്? വാട്ട് ഈസ് എ വോൾട്ടേജ് അറ്റ് വിച്ച് ഇലക്ട്രിസിറ്റി ഈസ് ജനറേറ്റഡ് ഇൻ പവർ സ്റ്റേഷൻസ് ഇൻ അവർ കൺട്രി? നമ്മുടെ നാട്ടിൽ പവർ സ്റ്റേഷനിൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നത് എത്ര വോൾട്ടിലാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമ്മുടെ നാട്ടിൽ പവർ സ്റ്റേഷനുകളിൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നത് എത്ര വോൾട്ട് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. എത്ര വോൾട്ടാണ്? 11 kV ഇല്ലേ? 11 kV ആണ് കേട്ടോ. 11 kV ആണ് നമ്മുടെ നാട്ടിലെ പവർ സ്റ്റേഷനിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത്. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ പഠിച്ചു പോവുക കേട്ടോ. നമ്മുടെ വീടുകളിലേക്ക് ഇടുന്ന എത്രയാണ്? 230 വോൾട്ട് ആണ് കേട്ടോ. മാറിപ്പോയല്ലേ. പവർ സ്റ്റേഷൻ ജനറേറ്റ് ചെയ്യുന്നത് 11 kVയും നമ്മുടെ വീടുകളിലേക്ക് എത്തുന്നത് എത്രയാണ്? 230 വോൾട്ടുമാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുക. സെക്കൻഡ് വൺ. ഒബ്സർവ് ദി ഗിവൺ പിക്ചർ ആൻഡ് ആൻസർ ദ ഫോളോയിങ് ക്വസ്റ്റ്യൻസ്. ഇവിടെ ഒരു പിക്ചർ വന്നിട്ടുണ്ട്. താഴെ കൊടുത്തിരിക്കുന്ന ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഈ പിക്ചർ എന്താണ്? മ്യൂച്വൽ ഇൻഡക്ഷനുമായിട്ട് ബന്ധപ്പെട്ട പിക്ചറാണല്ലേ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ആൻ ഇലക്ട്രിക് കറണ്ട് ഈസ് നോട്ട് കണ്ടിന്യൂസ്ലി പ്രൊഡ്യൂസ്ഡ് ത്രൂ ദ സെക്കൻഡറി കോയിൽ വെൻ ദ സ്വിച്ച് ഈസ് ടേൺഡ് ഓൺ. എക്സ്പ്ലെയിൻ വൈ. അതായത് സ്വിച്ച് ഓൺ ചെയ്യുമ്പോൾ, ഇവിടെ സ്വിച്ച് ഓൺ ചെയ്ത് കഴിയുമ്പോൾ സെക്കൻഡറി കോയിൽ ഏതാണ്? സെക്കൻഡറി കോയിൽ ഇതാണ് നമ്മുടെ സെക്കൻഡറി കോയിൽ. ഇതെന്ന് പറഞ്ഞിരിക്കുന്നതാണ് പ്രൈമറി കോയിലാണ്. അപ്പോൾ ഈ സെക്കൻഡറി കോയിലൂടെ തുടർച്ചയായി വൈദ്യുതി പ്രവാഹം ഉണ്ടാകുന്നില്ല. അതിന്റെ കാരണം എന്തെന്നാണ് ചോദിച്ചിരിക്കുന്നത്. കാരണം എന്താണ്? തുടർച്ചയായിട്ട് വൈദ്യുതി പ്രവാഹം ഉണ്ടാവണമെങ്കിൽ പ്രൈമറിയിൽ നമ്മൾ എന്ത് കൊടുക്കണം? AC കൊടുക്കണം. ഇവിടെ എന്താണ്? പ്രൈമറിയിൽ എന്താണ് കൊടുത്തിരിക്കുന്നത്? DC ആണ് കൊടുത്തിരിക്കുന്നത് അല്ലേ? അപ്പം DC കൊടുത്തു കഴിഞ്ഞാൽ സെക്കൻഡറിയിൽ എങ്ങനെയാണ്? കണ്ടിന്യൂസ് ആയിട്ട് ഇലക്ട്രിസിറ്റി അല്ലെങ്കിൽ കറണ്ട് പ്രൊഡ്യൂസ് ചെയ്യുമോ? ഇല്ല. അപ്പൊ റീസൺ എന്ത് പറയാം? ഹിയർ ഇല്ലേ? ഹിയർ എന്താണ്? DC ഇല്ലേ? DC സോഴ്സ്. ഹിയർ DC സോഴ്സ് ഈസ് കണക്റ്റഡ് അല്ലേ? DC സോഴ്സ് ഈസ് കണക്റ്റഡ് ഇൻ പ്രൈമറി ഇല്ലേ? പ്രൈമറിയിൽ DC സോഴ്സ് ആണ് കണക്ട് ചെയ്തിരിക്കുന്നത്. സോ വി കനോട്ട് ഗെറ്റ് ഇലക്ട്രിക് കറന്റ് കണ്ടിന്യൂസ്ലി എന്ന് എഴുതാം. മനസ്സിലായല്ലോ? അതായത് പ്രൈമറിയിൽ എന്താണ്? DC ആണ് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ടാണ് നമുക്ക് സെക്കൻഡറിയിൽ തുടർച്ചയായിട്ടുള്ള വൈദ്യുതി പ്രവാഹം ഉണ്ടാകാത്തതിൻ്റെ കാരണം എഴുതുക കേട്ടോ. ഇനി ബി പാർട്ട് നോക്കിയേ. വാട്ട് ചേഞ്ച് ഷുഡ് ബി മെയ്ഡ് ഇൻ ദ പ്രൈമറി സർക്യൂട്ട് ടു എൻഷുർ എ കണ്ടിന്യൂസ് ഇലക്ട്രിക് കറന്റ് ഇൻ ദ സെക്കൻഡറി കോയിൽ? സെക്കൻഡറി കോയിലിൽ തുടർച്ചയായി വൈദ്യുതി പ്രവാഹം ഉണ്ടാകുന്നതിന് പ്രൈമറി കോയിൽ ബന്ധിപ്പിച്ചിരിക്കുന്ന വൈദ്യുതി സർക്യൂട്ടിൽ എന്ത് മാറ്റമാണ് വരുത്തേണ്ടത്? ഇവിടെ എന്ത് മാറ്റം വരുത്തണം? ഇത് ചേഞ്ച് ചെയ്തിട്ട് എന്ത് ഇവിടെ കൊടുക്കണം? AC ഇല്ല. ഇവിടെ എന്ത് കൊടുക്കണം? AC കൊടുത്തു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? തുടർച്ചയായിട്ട് വൈദ്യുതി പ്രവാഹം ഉണ്ടാവും ഇല്ല. അപ്പൊ എന്ത് പറയാം? കണക്ട് ഇല്ലേ? കണക്ട് എന്താണ്? കണക്ട് AC ഇല്ലേ? കണക്ട് AC AC സോഴ്സ് അല്ലെങ്കിൽ AC കേട്ടോ. AC സോഴ്സ് ഇൻസ്റ്റഡ് ഓഫ് DC ഇല്ലേ? DCക്ക് പകരം എന്താണ്? AC അവിടെ കണക്ട് ചെയ്യുക. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. An ideal transformer has a primary coil of 1000 turns and a secondary coil of 500 turns. The primary voltage is 120 volt. What is the secondary voltage? What is the output power of the transformer when the input current is 5 ampere? അതായത് പവർ നഷ്ടമില്ലാതെ ഒരു ട്രാൻസ്ഫോമറിന്റെ പ്രൈമറി കോയിൽ 1000 ചുറ്റുകളും സെക്കൻഡറിയിൽ എത്രയാണ്? 500 ചുറ്റുകളും ഉണ്ട്. പ്രൈമറി വോൾട്ടേജ് 120 ആണെങ്കിൽ സെക്കൻഡറി വോൾട്ടേജ് കണ്ടുപിടിക്കാനാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ എന്തൊക്കെയാണ് തന്നിരിക്കുന്ന കാര്യങ്ങൾ എഴുതാല്ലേ? NP ഇവിടെ തന്നിട്ടുണ്ട്. NP എന്ന് പറഞ്ഞാൽ എത്രയാണ്? 1000 ആണ് ഇല്ലേ? NS തന്നിട്ടുണ്ട്. NS എത്രയാണ്? 500 അല്ലേ? NS 500 ആണ് തന്നിട്ടുണ്ട്. പ്രൈമറി വോൾട്ടേജ് VP തന്നിട്ടുണ്ട്. 120 ആണ്. നമുക്ക് ഏതാണ് കണ്ടുപിടിക്കേണ്ടത്? ഏതാണ്? സെക്കൻഡറി വോൾട്ടേജ് VS ആണ് കണ്ടുപിടിക്കേണ്ടത് അല്ലേ? അപ്പൊ ഏതാണ് നമ്മുടെ ഇക്വേഷൻ? VS/VP ഈസ് ഈക്വൽ ടു ഏതാണ്? NS/NB. ഇതാണ് നമ്മുടെ ഇക്വേഷൻ. അതിൽ ഏതാണ്? VS അല്ലേ കണ്ടുപിടിക്കണ്ടേ? അപ്പൊ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തിട്ട് നമുക്ക് എഴുതാം. അപ്പൊ ഇങ്ങനെയാണ് VS/NP ഈസ് ഈക്വൽ ടു VP/NS എന്ന് എഴുതാം. അതിൽ നമുക്ക് VS ആണ് കണ്ടുപിടിക്കേണ്ടത്. VS ഈസ് ഈക്വൽ ടു എങ്ങനെ വരും? VP/NS ഡിവൈഡഡ് ബൈ എങ്ങനെയാണ് വരുന്നത്? NP എന്ന് വരും അല്ലേ? VP/NS ഡിവൈഡഡ് ബൈ NP എന്ന് വരും. VP എത്രയാണ് തന്നിട്ടുണ്ട്? 120 ആണ്. ഇൻറ്റു NS എന്ന് പറഞ്ഞാൽ 500 ആണ്. ഡിവൈഡഡ് ബൈ NP എന്ന് പറയുമ്പോൾ എത്രയാണ്? 1000 ആണ് വരുന്നത്.
ക്യാൻസൽ ചെയ്യാം. എന്താ ഇവിടെ അല്ലേ, അത് 2 0 പോയി, ഇതാ ഇവിടെ ഇതും പോയി. എത്രയാണ് വരുന്നത്? 12 × 5 വരും, അതായത് 60 വരും. 60 വോൾട്ട്, അതായത് വി എസ് നമുക്കിവിടെ കിട്ടി. വി എസ് എത്രയാണ്? 60 വോൾട്ട്, അതായത് സെക്കൻഡറി വോൾട്ടേജ് നമുക്ക് കിട്ടി 60 കിട്ടി. ഇനി എന്താണ് ബി പാർട്ട് ചോദിച്ചിരിക്കുന്നത്? ഇത് എ പാർട്ടായിരുന്നു. ബി പാർട്ട് എന്താണ് ചോദിച്ചിരുന്നത്? വാട്ട് ഈസ് ദ ഔട്ട്പുട്ട് പവർ ഓഫ് ദി ട്രാൻസ്ഫോമർ വെൻ ദ ഇൻപുട്ട് കറണ്ട് ഈസ് 5 ആംപിയർ? ഔട്ട്പുട്ട് പവർ കണ്ടുപിടിക്കണം. അതായത് ഔട്ട്പുട്ട് പവർ എന്ന് പറയുമ്പോൾ സെക്കൻഡറിയിലത്തെ പവറാണ് കണ്ടുപിടിക്കേണ്ടത്. ഇവിടെ തന്നിട്ടുണ്ട് ഏതാണ്? ഇൻപുട്ട് കറണ്ട്, അതായത് ഐ പി, പ്രൈമറിയിലത്തെ കറണ്ട് തന്നിട്ടുണ്ട് 5 ആംപിയർ എന്നും പറഞ്ഞിട്ടുണ്ട് അല്ലേ. അപ്പോൾ നമുക്കിവിടെ പറഞ്ഞിട്ടുണ്ട്, ഓൾറെഡി പറഞ്ഞിട്ട് ഐഡിയൽ ട്രാൻസ്ഫോമർ ആണ്. അപ്പോൾ ഓർത്തോണം, ഐഡിയൽ ട്രാൻസ്ഫോമർ ആകുമ്പം അതിൻ്റെ പ്രത്യേകത എങ്ങനെയായിരിക്കും? ഇൻപുട്ട് പവർ ഈസ് ഈക്വൽ ടു ഔട്ട്പുട്ട് പവർ. നമ്മൾ പഠിച്ചിട്ടുള്ളതാണല്ലേ, അതായത് ഇൻപുട്ട് പവർ അല്ലേ. ഐഡിയൽ ട്രാൻസ്ഫോമറിൻ്റെ കേസിൽ ഇൻപുട്ട് പവർ എന്ന് പറഞ്ഞിരിക്കുന്നത് എങ്ങനെയാണ്? ഔട്ട്പുട്ട് പവർ തന്നെയാണ്, സെയിം അല്ലേ. ഔട്ട്പുട്ട് പവർ തന്നെയാണ് ഇൻപുട്ട് പവർ എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെ ഉണ്ടെങ്കിൽ ഇൻപുട്ടിലെ പവർ തന്നെയാണ് ഔട്ട്പുട്ടിലെ പവർ. നമുക്ക് ഔട്ട്പുട്ടിലെ പവർ കണ്ടുപിടിച്ചാൽ മതിയല്ലോ. പക്ഷേ എന്താണ്, ഇൻപുട്ടിലെ കറണ്ട് തന്നിട്ടുണ്ട് ഇല്ലേ. അപ്പോൾ നമുക്കറിയാം ഇൻപുട്ടിലെ എന്താണ് പവർ നമുക്ക് കണ്ടുപിടിക്കുക. അതായത് പി എന്ന് പറഞ്ഞിരിക്കുന്നത് നമുക്ക് എങ്ങനെ എഴുതാം? പവറിൻ്റെ ഇക്വേഷൻ ഏതാണ്? പവർ പി ഈസ് ഈക്വൽ ടു വി × ഐ എന്നല്ലേ. അപ്പം ഇൻപുട്ടിലെ പവറിനെ നമുക്ക് എങ്ങനെ എഴുതാം? വി പി × ഐ പി എന്ന് എഴുതാം. അപ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു വി പി എന്ന് പറഞ്ഞാൽ ഓൾറെഡി നമുക്കറിയാം 120 ആണ്. ഐ പി എന്ന് പറഞ്ഞിരിക്കുന്നത് ഇവിടെ 5 എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ എത്ര വരും? ഇവിടെ ആൻസർ എന്ന് പറഞ്ഞിരിക്കുന്നത് ദാറ്റ് ഈസ് ഈക്വൽ ടു 600 എന്ന് വരും ഇല്ലേ. 600 വാട്ട് എന്ന് വരും. അതെന്ന് പറഞ്ഞാൽ എന്താണ്? ഇൻപുട്ടിലെ പവറാണ്, അതായത് പ്രൈമറിയിലത്തെ പവറാണ് നമുക്കിവിടെ തന്നിരിക്കുന്നത്. നമുക്ക് ഓൾറെഡി അറിയാമല്ലോ ഇൻപുട്ട് പവർ എന്ന് പറഞ്ഞിരിക്കുന്നതാണ് ഔട്ട്പുട്ട് പവർ തന്നെയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇൻപുട്ട് പവർ ഈസ് ഈക്വൽ ടു ഔട്ട്പുട്ട് പവർ ആണ്. ഇൻപുട്ട് പവർ അവിടെ കിട്ടി, അതുകൊണ്ട് തന്നെ ഔട്ട്പുട്ട് പവർ, അതായത് സെക്കൻഡറിയിലത്തെ പവർ എത്ര തന്നെയായിരിക്കും? 600 വാട്ട് തന്നെ ആയിരിക്കും. Then അടുത്ത ക്വസ്റ്റ്യൻ, an ideal transformer has input voltage of 220 volt and output voltage of 110 volt. If the input current is 2 ampere, ഒരു പവർ നഷ്ടമില്ലാത്ത ഐഡിയൽ ട്രാൻസ്ഫോമർ ആണ്. അതിൻ്റെ ഇൻപുട്ട് വോൾട്ടേജ് 230 ഔട്ട്പുട്ട് വോൾട്ടേജ് 110 പറഞ്ഞിട്ടുണ്ട്. ഇൻപുട്ട് കറണ്ട് 2 ആംപിയർ എന്നും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഔട്ട്പുട്ട് കറണ്ട് കണക്കാക്കാനാണ് ചോദിച്ചിരിക്കുന്നത്. തന്നിരിക്കുന്ന കാര്യങ്ങളൊക്കെ എടുത്ത് എഴുതാമല്ലേ. ഇൻപുട്ട് വോൾട്ടേജ് തന്നിട്ടുണ്ട്, അതായത് പ്രൈമറി വോൾട്ടേജ് വി പി തന്നിട്ടുണ്ട്. എത്രയാണ്? 220 വോൾട്ടും തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഔട്ട്പുട്ട് വോൾട്ടേജ്, അതായത് വി എസ് എന്ന് പറഞ്ഞു തന്നിട്ടുണ്ട്. ഏതാണ്? 110 വോൾട്ടെന്നും തന്നിട്ടുണ്ട്. മനസ്സിലായല്ലോ. പിന്നെ എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഇൻപുട്ട് കറണ്ട്, അതായത് ഐ പി ഇല്ലേ. ഐ പി ഇവിടെ തന്നിട്ടുണ്ട്, 2 ആംപിയർ തന്നിട്ടുണ്ട്. ആദ്യമേ ഏതാണ് കണ്ടുപിടിക്കേണ്ടത്? ഔട്ട്പുട്ട് കറണ്ട് ആണ്, അതായത് ഐ എസ് ആണ് നമുക്ക് അവിടെ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ വോൾട്ടേജും കറണ്ടും തമ്മിലുള്ള റിലേഷൻ നമുക്കറിയാലോ. ഏതാണ്? വി എസ് ബൈ വി പി ഈസ് ഈക്വൽ ടു എങ്ങനെ വരും? ഐ പി ബൈ ഐ എസ് എന്നാണ് കേട്ടോ. ഐ പി ബൈ ഐ എസ് എന്നാണ് വരുന്നത് കേട്ടോ. വി എസ് ബൈ വി പി ഈസ് ഈക്വൽ ടു ഐ പി ബൈ ഐ എസ് എന്നാണ് വരുന്നത്. നമുക്ക് ഏതാണ്? ഐ എസ് ആണല്ലോ കണ്ടുപിടിക്കണ്ടേ. അപ്പം ദ വി എസ് ഐ എസ് ഈസ് ഈക്വൽ ടു വി പി ഐ പി എന്ന് എഴുതാം. ഓർ എങ്ങനെയാണ്? ഐ എസ് ഈസ് ഈക്വൽ ടു വി പി ഐ പി ഡിവൈഡഡ് ബൈ വി എസ് എന്ന് എഴുതാം. ദറ്റ് ഈസ് ഈക്വൽ ടു വി പി എത്രയാണ്? വി പി ഇവിടെ 220 എന്ന് തന്നിട്ടുണ്ട്. ഐ പി എത്രയാണ്? 2 ആണ്. ഡിവൈഡ് ബൈ വി എസ് എത്രയാണ്? 110 ആണ്. അപ്പോൾ എത്ര വരും? ഇതിലൂടെ ക്യാൻസൽ ചെയ്യുമ്പോൾ ഇവിടെ 2 വരും. 2 × 2 എന്ന് വരുമ്പം ഐ എസ് ഈസ് ഈക്വൽ എത്രയാണ്? 4 അല്ലേ. 4 ആംപിയർ എന്നാണ് വരുന്നത്. അതായത് ഔട്ട്പുട്ട് കറണ്ട് കിട്ടി നമുക്ക് എത്രയാണ്? 4 ആംപിയർ എന്ന് കിട്ടി. മനസ്സിലായല്ലോ. അപ്പം എ പാർട്ട് നമുക്ക് കിട്ടി. ഇനി അടുത്ത് ബി പാർട്ട് എന്താണ്? Find the ratio of the number of turns in primary to secondary coil. അതായത് പ്രൈമറി കോയിലും സെക്കൻഡറി കോയിലും അതിൻ്റെ നമ്പർ ഓഫ് ടേൺസ് ഉണ്ട്, അതിൻ്റെ റേഷ്യോ എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? നമുക്ക് ഓൾറെഡി അറിയാം നമ്പർ ഓഫ് ടേൺസും അതുപോലെ തന്നെ എന്താണ് വോൾട്ടേജ് തമ്മിലുള്ള റേഷ്യോ, അതായത് എൻ എസ് ബൈ എൻ പി ഈസ് ഈക്വൽ ടു വി എസ് ബൈ വി പി എന്ന് അറിയാം. നമുക്ക് ഈ റേഷ്യോ അറിയാവുന്നതാണ്. ഇവിടെ പറഞ്ഞിരിക്കുന്ന റേഷ്യോ അത് നമ്പർ ഓഫ് ടേൺസ് ഇൻ ദ പ്രൈമറി ടു സെക്കൻഡറി. നമ്പർ ഓഫ് ടേൺസ് ഇൻ ദ പ്രൈമറി എന്ന് പറയുമ്പോൾ എൻ പി ബൈ എൻ എസ് അല്ലേ റേഷ്യോ അത് നമ്പർ ഓഫ് ടേൺസ് ഇൻ പ്രൈമറി ടു സെക്കൻഡറി. അതിനെ നമുക്ക് എങ്ങനെ എഴുതാം? ദാറ്റ് ഓൾസോ ഈസ് ഈക്വൽ ടു വി പി ബൈ വി എസ് എന്ന് എഴുതാമല്ലോ. വി പി എന്ന് പറയുന്നത് ഓൾറെഡി തന്നിട്ടുണ്ട് 220 ആണ്. വി എസ് എന്ന് പറഞ്ഞെങ്കിൽ നമുക്കറിയാം 110 ആണ്. അതിൻ്റെ റേഷ്യോ എന്ന് പറയുമ്പോൾ എത്ര വരും? 2/1 വരികയല്ലേ. അപ്പോൾ എങ്ങനെയാണ് റേഷ്യോ ഓഫ് ദി നമ്പർ ഓഫ് ടേൺസ് ഇൻ പ്രൈമറി ടു നമ്പർ ഓഫ് ടേൺസ് ഇൻ സെക്കൻഡറി എന്ന് പറയുമ്പം 2:1 എന്ന് വരും. 2:1 അതാണ് അവിടുത്തെ റേഷ്യോ എന്ന് പറയുന്നത്. മനസ്സിലായാലോ? അപ്പോൾ ബി പാർട്ടും കിട്ടി.
ഇനി സി പാർട്ട് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇഫ് ആൻ ഇലക്ട്രിക്കൽ അപ്ലയൻസ് വിത്ത് 110 വോൾട്ട് 500 വാട്ട് പവർ ഈസ് കണക്റ്റഡ് ടു ദ സെക്കൻഡറി ഓഫ് എ ട്രാൻസ്ഫോമർ ആൻഡ് ഓപ്പറേറ്റർ വിൽ ദ ആക്ച്വൽ പവർ ബി അവൈലബിൾ എക്സ്പ്ലെയിൻ. അതായത് ഒരു ട്രാൻസ്ഫോമറിന്റെ സെക്കൻഡറിയിൽ 110 വോൾട്ട് അതുപോലെ 500 വാട്ട് പവർ ഉള്ള ഒരു വൈദ്യുതോപകരണം ബന്ധിപ്പിച്ച് പ്രവർത്തിച്ചാൽ യഥാർത്ഥ പവർ ലഭ്യമാകുമോ വിശദീകരിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് ഒരു ട്രാൻസ്ഫോമറിന്റെ സെക്കൻഡറിയിൽ 110 വോൾട്ട് 500 വാട്ട് പവർ ഉള്ള ഒരു വൈദ്യുതോപകരണം ബന്ധിപ്പിച്ച് പ്രവർത്തിച്ചാൽ യഥാർത്ഥ പവർ ലഭ്യമാവുമോ വിശദീകരിക്കാനാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഓൾറെഡി ഇത് ഐഡിയൽ ട്രാൻസ്ഫോമർ ആണല്ലേ. ഇൻപുട്ടിലെ പവർ തന്നെയായിരിക്കും ഔട്ട്പുട്ടിലെ പവർ എന്ന് പറയുന്നത്. അപ്പം ഇൻപുട്ടിലെ പവർ എന്ന് വെച്ചാൽ നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും ഇല്ലേ. ഇൻപുട്ടിലെ പവർ PP ആണ്. അതായത് VP × IP വെച്ച് നമുക്ക് ഇൻപുട്ടിലെ പവർ കണ്ടുപിടിക്കാമല്ലോ. VP ഇവിടെ ഓൾറെഡി ഉണ്ട്. എത്രയാണ്? 220 ആണ്. IP എന്ന് പറഞ്ഞാൽ 2 ആണ് വരുന്നത്. അപ്പോൾ എത്ര വരും? ദാറ്റ് ഈസ് ഈക്വൽ ടു 440 എന്ന് വരും അല്ലേ. 440 വാട്ട് എന്നാണ് വരുന്നത്. അതായത് ഇൻപുട്ടിലെ പവർ ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണ്? സെക്കൻഡറിയിലത്തെ പവർ, അതായത് ഔട്ട്പുട്ടിലെ പവർ 500 വാട്ട് എന്ന് പറഞ്ഞിട്ടുണ്ട് ഇല്ലേ. ഔട്ട്പുട്ടിലെ പവർ 500 വാട്ടാണ്. സെക്കൻഡറിയിൽ 110 വോട്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ 500 വാട്ട് വരാൻ പറ്റുമോ? ഇല്ലേ. കാരണം എന്താണ്? ഐഡിയൽ ട്രാൻസ്ഫോമർ ആണ്. പ്രൈമറിയിലത്തെ പവർ തന്നെ ഉള്ളൂ, സെക്കൻഡറിയിലും വരാനുള്ളൂ. സെക്കൻഡറിയിലത്തെ വോൾട്ടേജ് എന്ന് വെച്ചാൽ 110 വോൾട്ടാണ് അല്ലേ. ആ 110 വോൾട്ടിൽ എങ്ങനെയാണ് 500 വാട്ട് പവർ വരുമോ? ഇല്ല. മനസ്സിലാവുന്നുണ്ടോ പറഞ്ഞു? അപ്പം അല്ലെങ്കിൽ ഇങ്ങനെ സെക്കൻഡറിയിലത്തെ പവർ നമുക്ക് വേണമെങ്കിൽ കണ്ടുപിടിക്കാം. അതായത് VS × IS വെച്ച് കണ്ടുപിടിക്കാം. VS എന്ന് പറഞ്ഞിരിക്കുന്നത് നമുക്ക് ഓൾറെഡി അറിയാം 110 ആണ്. IS എന്ന് വെച്ചാൽ 480. അതും എത്രയാണ് വരുന്നത്? 440 വാട്ട് തന്നെയാണ് വരുന്നത്. അപ്പോൾ 440 വാട്ട് വരെയുള്ളൂ അവിടെ ആ സെക്കൻഡറിയിലത്തെ പവർ വരാൻ പാടുള്ളൂ ഇല്ലേ. ഇവിടെ എത്ര വന്നു? 500 വാട്ട് പവറുള്ള ഉപകരണം പ്രവർത്തിപ്പിക്കാൻ പറ്റുമോ? ഇല്ല. മാക്സിമം പവർ എത്രയാണ്? 440 വാട്ടാണ്. അപ്പം എന്ത് പറയാം? നോ എന്ന് പറയാം അല്ലേ. നോ എന്ന് പറയാം. കാരണം എന്താണ്? മാക്സിമം പവർ ഓഫ് ദ അപ്ലയൻസസ് ഈസ് എന്താണ്? 440 വാട്ടാണ്. അപ്പോൾ പറയണം കേട്ടോ. ഹിയർ മാക്സിമം അല്ലേ. മാക്സിമം പവർ ഈസ് 440 വാട്ടാണ്. ഇവിടെ എത്രയാണ് മാക്സിമം പവർ വരാവുന്നത്? 440 വാട്ടാണ് പവർ വരാൻ പാടുള്ളൂ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക കേട്ടോ. എന്താണ്? ദ ഗിവൺ ഗ്രാഫ് ഈസ് റിലേറ്റഡ് ടു ദ കറന്റ് ഇൻഡ്യൂസ്ഡ് ഇൻ ദ ആർമേച്ചർ ഓഫ് എ ജനറേറ്റർ ഡ്യൂറിങ് ഇറ്റ്സ് വർക്കിംഗ്. ഒരു ജനറേറ്ററിന്റെ പ്രവർത്തന സമയത്ത് അതിന്റെ ആർമേച്ചറിൽ പ്രേരിതമാവുന്ന കറണ്ടിനെ സംബന്ധിച്ചുള്ള ഗ്രാഫാണ് തന്നിരിക്കുന്നത്. ആർമേച്ചറിൽ ഉണ്ടാകുന്ന കറണ്ടിന്റെ ഗ്രാഫാണ് ഇവിടെ തന്നിരിക്കുന്നത്. ശ്രദ്ധിക്കുക കേട്ടോ. ക്വസ്റ്റ്യൻ എന്താണ്? ചൈൽഡ് A says that it is an AC generator, B says that it is an DC generator, C says that it can be both. വിത്ത് ഹൂം ഡു യു എഗ്രി? ജസ്റ്റിഫൈ യുവർ ആൻസർ. അതായത് ഇത് ആർമേച്ചറിൽ ജനറേറ്റ് ചെയ്യുന്ന കറണ്ട് അല്ലെങ്കിൽ ഇൻഡ്യൂസ് ചെയ്യുന്ന കറണ്ടിന്റെ ഗ്രാഫാണ് ഇവിടെ തന്നിരിക്കുന്നത്. അപ്പോൾ ഒരു കുട്ടി A എന്ന് പറഞ്ഞ കുട്ടി പറഞ്ഞത് AC ആണ്, B എന്ന് പറഞ്ഞിരിക്കുന്ന ആൾ പറഞ്ഞു DC ആണ്, C എന്ന് പറഞ്ഞ കുട്ടി പറഞ്ഞു ഇത് രണ്ടും ആകാമെന്ന് പറഞ്ഞു. മനസ്സിലാകുന്നുണ്ടോ? അപ്പോൾ ഏതിനോടാണ് നിങ്ങൾ യോജിക്കുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് ഇവിടെ ആർമേച്ചറിലാണ് ജനറേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ആര് പറഞ്ഞാണ് കറക്റ്റ് എന്ന് പറഞ്ഞിരിക്കുന്നത്? C പറഞ്ഞതല്ലേ കറക്റ്റ്. കുട്ടി C, അതായത് ചൈൽഡ് C പറയുന്നതാണ് കറക്റ്റ്. കാരണം എന്താ പറയുന്നത്? ഇത് ആർമേച്ചറിൽ ഇൻഡ്യൂസ് ചെയ്യുന്ന ഇതാണ്. ആർമേച്ചറിൽ ഇൻഡ്യൂസ് ചെയ്യുന്നത് നമുക്കറിയാം ഏതാണ്? AC ആണ് അല്ലേ. ആർമേച്ചറിൽ എപ്പോഴും ഇൻഡ്യൂസ് ചെയ്യുന്നത് AC ആണ്. പക്ഷേ ജനറേറ്റർ AC തന്നെ ആവണമെന്നുണ്ടോ? ഇല്ല. ആർമേച്ചറിൽ ഇൻഡ്യൂസ് ചെയ്യുന്ന AC ആണ്. പക്ഷേ അത് പുറത്ത് വരുമ്പോൾ DCയോ ACയോ അവിടെ ഉപയോഗിക്കുന്ന കമ്മ്യൂട്ടേറ്ററിനനുസരിച്ചിട്ട് ACയോ DCയോ ആവും. അപ്പം ഈ ഗ്രാഫ് എന്ന് പറഞ്ഞിരിക്കുന്നത് എന്താണ്? ആർമേച്ചറിൽ ജനറേറ്റ് ചെയ്യുന്നതാണ്. അതുകൊണ്ട് നമുക്കിത് കംപ്ലീറ്റ് ആയിട്ട് AC ജനറേറ്റർ ആണോ അല്ലെങ്കിൽ DC ജനറേറ്റർ ആണോ പറയാൻ പറ്റിയല്ല. മനസ്സിലായി? ആർമേച്ചറിലാണ് ഇവിടെ ഉണ്ടായിരിക്കുന്നത്. അപ്പം ഏതൊരു ആർമേച്ചറിലും AC ആണ് ഉണ്ടാകുന്നത്. പക്ഷെ അത് പുറത്ത് വരുമ്പോഴാണ് ഏത് ജനറേറ്റർ ആണ് നമ്മൾ ഡിസൈഡ് ചെയ്യുന്നത്. അപ്പോൾ ആര് പറഞ്ഞാണ് കറക്റ്റ്? C പറഞ്ഞാണ് കേട്ടോ. C കേട്ടോ. ചൈൽഡ് C കേട്ടോ. ചൈൽഡ് C പറഞ്ഞതാണ് കറക്റ്റ്. അതിൻ്റെ റീസൺ എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഏത് ജനറേറ്ററിലും എന്താണ് ആർമേച്ചറിൽ AC ആണ് ഉണ്ടാകുന്നത്. പക്ഷെ പുറത്ത് ലഭിക്കുന്നത് എന്താണ്? ACയോ DCയോ ആകാം. മനസ്സിലായല്ലോ? ആൻസർ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ചൈൽഡ് C പറഞ്ഞാണ്. ഇൻ ദ ആർമേച്ചർ ഓഫ് എനി ജനറേറ്റർ AC alone is formed but the output can be made ACയോ DC. ജനറേറ്റർ ആകുമ്പോൾ ഏതാണ്? ACയോ DCയോ ആവാം. മനസ്സിലാവുന്നല്ലോ പറഞ്ഞത്? അപ്പോൾ C എന്ന കുട്ടി പറഞ്ഞാണ് ഏത് ജനറേറ്ററിന് ആർമേച്ചറിലും AC ആണ് ഉണ്ടാകുന്നത്. പക്ഷെ പുറത്ത് ലഭിക്കുന്നത് ACയോ DCയോ ജനറേറ്റർ ആയിരിക്കാം നമുക്കവിടെ പുറത്ത് ലഭിക്കുന്നത്. അടുത്ത നോക്കുക. അതിൻ്റെ ഒരു B പാർട്ട് തന്നെയാണ് കേട്ടോ. ഇൻ ആൻ AC ജനറേറ്റർ ആൻഡ് ഇൻ എ DC ജനറേറ്റർ ദ ആർമേച്ചർ ആർ കെപ്റ്റ് സ്റ്റേഷനറി ആൻഡ് ദ മാഗ്നറ്റ് ഈസ് റൊട്ടേറ്റഡ്. വാട്ട് ഡു യു നോ അബൌട്ട് ദ നേച്ചർ ഓഫ് ഔട്ട്പുട്ട് ഫ്രം ഈച്ച് ജനറേറ്റർ? ഗീവ് റീസൺ. AC ജനറേറ്ററിലും DC ജനറേറ്ററിലും ആർമേച്ചറിലൂടെ നിശ്ചലമാക്കി വെച്ചിട്ട് കാന്തം അവിടെ കറക്കാണ് ചെയ്യുന്നത്. അപ്പം ഓരോ ജനറേറ്ററിൽ നിന്നുള്ള ഔട്ട്പുട്ടിന്റെ സ്വഭാവം എന്തായിരിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്.
എന്തായിരിക്കും? അപ്പൊ ആർമേച്ചർ അവിടെ നിശ്ചലമാക്കി വെച്ചിരിക്കുകയാണ്. എന്താണ്, മാഗ്നറ്റ് ആണ് അവിടെ കറക്കുന്നത്. അപ്പൊ എന്താണ്, അവിടെ AC തന്നെയല്ലേ കിട്ടുന്നത്, ഇല്ലേ? മാഗ്നറ്റ് അവിടെ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ എന്താണ്, സ്പ്ലിറ്ററിംഗ് കമ്മ്യൂട്ടേറ്റർ അവിടെ വർക്ക് ചെയ്യുന്നുണ്ടോ, പ്രവർത്തിക്കുന്നുണ്ടോ? സ്പ്ലിറ്ററിംഗ് കമ്മ്യൂട്ടേറ്റർ അല്ലേ AC-നെ DC ആക്കി മാറ്റുന്നത്. മാഗ്നറ്റ് അവിടെ റൊട്ടേറ്റ് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ എന്നാൽ there is no working of സ്പ്ലിറ്ററിംഗ് കമ്മ്യൂട്ടേറ്റർ. സ്പ്ലിറ്ററിംഗ് കമ്മ്യൂട്ടേറ്റർ അവിടെ വർക്ക് ചെയ്യുന്നില്ല. ആ സ്പ്ലിറ്ററിംഗ് കമ്മ്യൂട്ടേറ്റർ ആണ് നമ്മൾ DC ആക്കി മാറ്റുന്നത്, അല്ല. അപ്പം മാഗ്നറ്റ് റൊട്ടേറ്റ് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ കിട്ടുന്നത് എന്ത് തന്നെയായിരിക്കും? AC തന്നെയായിരിക്കും. ആൻസർ നോക്കൂ കേട്ടോ. AC ആണ് കിട്ടുന്നത്. ഇഫ് മാഗ്നറ്റ് ഈസ് എ റോട്ടർ കേട്ടോ, ദർ ഈസ് നോ വർക്കിംഗ് ഓഫ് സ്പ്ലിറ്ററിംഗ് ടു കൺവേർട്ട് AC ഇൻറ്റു DC, ഇല്ലേ? AC-നെ DC ആക്കാൻ വേണ്ടി സ്പ്ലിറ്ററിംഗുകൾ അവിടെ പ്രവർത്തിക്കുന്നില്ല. അതുകൊണ്ട് AC തന്നെയായിരിക്കും നമുക്ക് അവിടെ ലഭിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം കേട്ടോ. ദ ഫിഗർ ഒബ്സർവ് ചെയ്യുക. 4 സർക്യൂട്ട് ഡയഗ്രാം ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് കേട്ടോ. കണ്ടല്ലോ എന്തെല്ലാം പ്രത്യേകതകളാണെന്ന് നോക്കുക കേട്ടോ. ഇൻ ഓൾ ദ ഫിഗേഴ്സ് ദ സോളിനോയിഡ്സ് ആൻഡ് ദ ബൾബ്സ് ആർ ഐഡന്റിക്കൽ ആൻഡ് ദ സോഫ്റ്റ് ആൻഡ് ഗോസ് ഇഫ് പ്രസന്റ് ആർ ഓൾസോ ഐഡന്റിക്കൽ. കമ്പയർ ദ ബ്രൈറ്റ്നസ് ഓഫ് ഈച്ച് ലാമ്പ്. ഗീവ് ആർഗ്യുമെന്റ്സ് ടു സപ്പോർട്ട് യുവർ ആൻസർ എന്നും പറഞ്ഞിട്ടുണ്ട്. 4 സർക്യൂട്ട് തന്നിട്ടുണ്ട്. ഇതിൽ സോളിനോയിഡും ബൾബും കേട്ടോ. സോളിനോയിഡ് ഉണ്ട്, ബൾബ് ഉണ്ട്, അതെല്ലാം ഒരുപോലെയാണ്. സോഫ്റ്റ് ആൻഡ് കോർ ഇതാ സിയിലും ഡിയിലും സോഫ്റ്റ് ആൻഡ് കോറും വെച്ചിട്ടുണ്ട്. മനസ്സിലാവുന്നല്ലോ. അപ്പം ഓരോ ലാമ്പിന്റെയും ബ്രൈറ്റ്നസ് നമുക്കവിടെ കമ്പയർ ചെയ്യാനാണ് ചോദിച്ചിരിക്കുന്നത് കേട്ടോ. അപ്പം എങ്ങനെ നമുക്ക് പറയാം, ബ്രൈറ്റ്നസ് എങ്ങനെ കമ്പയർ ചെയ്യാം? ഇതാ നോക്കിയേ, ആദ്യമേ നമുക്കിവിടെ തന്നെ മ്യൂച്വൽ ഇൻഡക്ഷൻ ആണ് നടക്കേണ്ടല്ലേ, കോയിലാണ്. ഇതേ ഇവിടെ മ്യൂച്വൽ ഇൻഡക്ഷൻ നടക്കണമെങ്കിൽ നമുക്ക് പഠിച്ചിട്ടുള്ളതാണ് എന്തൊക്കെ വേണം, AC വേണം. പക്ഷെ ഇവിടെ പ്രൈമറിയിൽ എന്താണ്, DC അല്ല. അപ്പം ഇവിടെ നടക്കുന്നുണ്ടോ? അതായത് ഈ ബൾബ് ഇതും വർക്ക് ചെയ്യുവല്ല, അതാ ഇവിടെ അല്ലെ, ഇത് രണ്ടും ഇല്ലേ. അതായത് എന്തൊക്കെ നമുക്ക് പറയാം, Aയും Dയും ഇല്ലേ, A ആൻഡ് D. ബൾബ് ഗ്ലോ ചെയ്യുവോ? ഇല്ല, Aയും Dയും അവിടെ വർക്ക് ചെയ്യുന്നില്ല എന്ന് പറയാം അല്ലേ, നോ വർക്കിംഗ് എന്ന് പറയാം അല്ലേ, നോ വർക്കിംഗ് എന്ന് നമുക്ക് പറയാം. Aയ്ക്കും Dയും അവിടെ വർക്ക് ചെയ്യുന്നില്ല. കാരണം മനസ്സിലാകുന്നല്ലോ, ദർ ഈസ് നോ മ്യൂച്വൽ ഇൻഡക്ഷൻ ഇല്ലേ, മ്യൂച്വൽ ഇൻഡക്ഷൻ നടക്കില്ല. കാരണം എന്താണ്, DC ആണ് അവിടെ കണക്ട് ചെയ്യുക, DC അവിടെ കണക്ട് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് അതാണ് അത് വർക്ക് ചെയ്യില്ല. ഓക്കെ ആണല്ലോ. ഇനി അടുത്ത് നോക്കിയേ, ബിയും സിയും വർക്ക് ചെയ്യും ഇല്ലേ. ബിയും ആണ് AC കൊടുത്തിട്ടുണ്ട്, മ്യൂച്വൽ ഇൻഡക്ഷൻ നടക്കും. അപ്പം ബിയും സിയും എന്നാണ്, B ആൻഡ് C ആർ വർക്കിംഗ് എന്ന് പറയാം അല്ലേ. ബിയും സിയും അവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. പക്ഷെ ബ്രൈറ്റ്നസിന്റെ കേസിലോ അങ്ങനെയായിരിക്കാം. ഒരിടത്ത് ഇവിടെ സോഫ്റ്റ് ആൻഡ് കോർ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. സോഫ്റ്റ് ആൻഡ് കോർ ഇൻട്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അവിടുത്തെ EMF അവിടെ കൂടുവാണ് ചെയ്യുന്നത്. അപ്പോൾ അതനുസരിച്ചിട്ട് മോർ കറണ്ട് അവിടെ ജനറേറ്റ് ചെയ്യും. അപ്പോൾ കൂടുതലായിട്ട് ബ്രൈറ്റ് ചെയ്യുന്ന ആരായിരിക്കും? C ആയിരിക്കും അല്ലേ. C ബ്രൈറ്റ്സ് മോർ എന്ന് പറയാം അല്ലേ. C അവിടെ കൂടുതലായിട്ട് ബ്രൈറ്റ് ചെയ്യും. അത്രയ്ക്കധികം ബ്രൈറ്റ്നസ് എന്താണ് Bക്ക് ഉണ്ടായി അല്ല. ബിയും C അവിടെ ഗ്ലോ ചെയ്യും, പക്ഷെ C ആയിരിക്കും കൂടുതലായിട്ട് ഗ്ലോ ചെയ്യുന്നത്. മനസ്സിലായല്ലോ. അപ്പം അതാണ് ആൻസർ കേട്ടോ. ഇവിടെ ആൻസർ കൊടുത്തിട്ടുണ്ട് കേട്ടോ. A ആൻഡ് D ദ ബൾബ് വിൽ നോട്ട് ഗ്ലോ. Aയ്ക്കും Dക്കും ബൾബ് ഗ്ലോ ചെയ്യുന്നില്ല. അതിന് കാരണം എന്താണ്? A ആൻഡ് D ആർ DC സർക്യൂട്ട്സ് ആണ്. നോ മ്യൂച്വൽ ഇൻഡക്ഷൻ ഇൻ DC സർക്യൂട്ട്. DC സർക്യൂട്ടിൽ മ്യൂച്വൽ ഇൻഡക്ഷൻ നടക്കുന്നില്ല. അതാണ് അതിന്റെ റീസൺ കേട്ടോ. റീസൺ ആണ് ഇതാ ഇവിടെ എഴുതിയിരിക്കുന്നത് കേട്ടോ, റീസൺ. ഇനി B ആൻഡ് C ആർ ഹാവിങ് AC. Bക്കും Cക്കും തന്നെ AC ആണ് അല്ലേ. അപ്പം എന്താണ്, മ്യൂച്വൽ ഇൻഡക്ഷൻ അവിടെ നടക്കും. മ്യൂച്വൽ ഇൻഡക്ഷൻ നടക്കുന്നുണ്ട്. അപ്പം എന്താണ്, മ്യൂച്വൽ ഇൻഡക്ഷൻ നടക്കും. അപ്പം കത്തും. പക്ഷെ ഏതിനാണ് ബ്രൈറ്റ്നസ് കൂടുതൽ? C ഹാവിങ് സോഫ്റ്റ് ആൻഡ് കോർ ഗെറ്റ്സ് മോർ കറണ്ട് ഇല്ലേ. Cക്ക് സോഫ്റ്റ് ആൻഡ് കോർ വെച്ചിട്ടുണ്ട്, കൂടുതൽ കറണ്ട് കിട്ടും. അപ്പം മാക്സിമം ബ്രൈറ്റ്നസ് ആർക്കായിരിക്കും? Cക്കായിരിക്കും കൂടുതൽ ഉണ്ടാകുന്നത്. ലെസ് ബ്രൈറ്റ്നസ് Bക്കായിരിക്കും. ബിയും സിയും ഗ്ലോ ചെയ്യും, പക്ഷെ മാക്സിമം ബ്രൈറ്റ്നസ് കിട്ടുന്നത് Cക്കാണ്. അതിന് കാരണം എന്താണ്? C ഹാവിങ് സോഫ്റ്റ് ആൻഡ് കോർ. അതുകൊണ്ട് കൂടുതൽ കറണ്ട് അവിടെ ലഭിക്കും. അപ്പോൾ തൽക്കാലം ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഞാനിപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. എക്സാം ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. നിങ്ങൾ പഠിക്കുക കേട്ടോ. കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ട് മനസ്സിലാക്കി തന്നെ പഠിക്കുക. ചോദ്യങ്ങളും അതിൻ്റെ ആൻസേഴ്സുകളൊക്കെ നോട്ട് ചെയ്ത് വെക്കുക, എഴുതി വെക്കുക കേട്ടോ. ക്വസ്റ്റ്യൻ എഴുതിയിട്ട് തന്നെ ചെയ്യാൻ ശ്രമിക്കുന്നതായിരിക്കും ബെറ്റർ. അപ്പം നിങ്ങൾ പഠിച്ചോളും കേട്ടോ. അങ്ങനെ പഠിക്കുക. ഡൗട്ടുകളൊക്കെ ഉണ്ടോ നിങ്ങൾ ചോദിക്കുക കേട്ടോ. അപ്പോൾ ഇതുപോലെയുള്ള മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. മാക്സിമം ഫ്രണ്ട്സിലേക്കൊക്കെ നിങ്ങൾ ഷെയർ ചെയ്യുക കേട്ടോ. അതുപോലെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോയിലൂടെ കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം, താങ്ക് യു.